നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2 കിലോയോളം തൂക്കം വരുന്ന ഒരു കേര മീൻ വെച്ച് തയ്യാറാക്കുന്ന 3 സ്പെഷ്യൽ റെസിപ്പീസാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ തലക്കറി, മീൻ വറുത്തത്, മീൻ അച്ചാർ. ഈ മീൻ ക്ലീൻ ചെയ്യുന്നതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇനി മീൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. മീനിൻ്റെ അരികിലെ ചിറകെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ ആദ്യം തലയാണ് മുറിച്ചെടുക്കുന്നത്. അതിതാ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മീനിൻ്റെ അകത്തു നിന്നുള്ള വേസ്റ്റ് എല്ലാം ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാം. മീനിൻ്റെ ചുണ്ട് നമുക്കത് അരിഞ്ഞു കളയാം. ചെകിള എടുത്ത് കളയാം. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ ചെത്തിക്കളയണം. വലിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ വലിച്ചെടുത്ത് കളയാം. തൊലി കളഞ്ഞ് വേണം ഈ മീൻ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മീൻ കിട്ടുള്ളൂ. മീനിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം നമുക്കിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ തല കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ നടുക്കഷ്ണമാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ടായിട്ട് ഇതുപോലെ ഒന്നും പൊളിച്ചെടുക്കണം. നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ പകുതിയിൽ നിന്ന് താഴേക്ക് മുറിച്ച ശേഷം ഇതുപോലെ അടി ചേർത്ത് തെന്നിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊലി എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവനായിട്ടും ഈ മീനെ വൃത്തിയാക്കി എടുക്കാം. അച്ചാറിന് വേണ്ടി മീൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ അച്ചാറിന് വേണ്ട മീൻ കഷ്ണങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അച്ചാറിന് വേണ്ടി മുറിച്ച ശേഷം ബാക്കി വന്ന ഈ കഷ്ണം നമുക്ക് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി വറുക്കാനുള്ള മീൻ ഇതുപോലെയുള്ള വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കാം.
ഇനി എല്ലാ മീൻ കഷ്ണങ്ങളുടെയും തൊലി ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റാം. ഇപ്പോൾ വറുക്കാനുള്ള മീൻ കഷ്ണങ്ങളും തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം തലക്കറി തയ്യാറാക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇത്ര ഇട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും, 3-4 പച്ചമുളക് ഒന്ന് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും 2 കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം. പുളിയെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണം. 1 ടീസ്പൂൺ കല്ലുപ്പ്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി തിളച്ച ശേഷം മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് അതിൽ ചാറൊന്ന് കുറുകിയ ശേഷം മീൻ കയ്യിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അത് കറിയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലും കൂടെ മുകളിൽ തൂവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമുക്ക് മീൻ എങ്ങനെ വറുക്കാമെന്ന് നോക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയുള്ളി, 7 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കല്ലിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിലായാലും ഇത് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ അരപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് മീൻ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ മീൻ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം വെച്ചു കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇതുപോലെ സൈഡിലൊന്ന് വെച്ചു കൊടുക്കാം. നന്നായി ഫ്രൈ ആയ ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്തതായിട്ട് അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വെള്ളമെല്ലാം വാർത്തിയെടുത്തിട്ടുണ്ട്. ഇതാദ്യം മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും നന്നായി മിക്സ് ചെയ്ത ശേഷം മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് പുരട്ടിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് തിരുമിയെടുക്കാം. ഇത് ആദ്യമേ തന്നെ ചേർക്കാവുന്നതാണ്. ഇത് ചേർക്കാൻ അപ്പോൾ വിട്ടുപോയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം മീൻ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം മീനൊന്ന് വറുത്തെടുക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായ ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ വറുക്കുന്ന സമയത്ത് അത് അടിയിൽ പിടിക്കാതെ എളുപ്പത്തിൽ നമുക്കത് മറിച്ചിടാൻ പറ്റും. ഇനി ഈ മീൻ കഷ്ണങ്ങളെല്ലാം 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി, വലിയൊരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങിയാൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി പേസ്റ്റ് ആക്കിയ ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എരിവിൻ്റെ പാകമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിനാഗിരി അഥവാ ചൊറുക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അച്ചാറിന് വേണ്ട പുളി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്